കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ SDTU കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ബോർഡിലെ തുകയാണ് തൊഴിലാളി നേതാവായ ഭരണാധികാരി ഭരിക്കാനെടുക്കുന്നതെന്ന് SDTU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A. റഹീം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാക്കനാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 4000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചതെന്നും വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഒഴിവാക്കുന്നതാണ് തൊഴിലാളികളെ സംബന്ധിച്ച് കൂടുതൽ ലാഭകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിൽ മേഖലയൊന്നാകെ കോർപ്പറേറ്റ് വൽക്കരിച്ചു കഴിഞ്ഞു. പുത്തൻ സാങ്കേതികവിദ്യ പരമ്പരാഗത തൊഴിൽ മേഖലയൊന്നാകെ ഉടച്ച് വാർത്തുകൊണ്ടിരിക്കുകയാണെന്ന് SDTU ജില്ലാ പ്രസിഡന്റ് VA റഷീദ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. FITU സംസ്ഥാന സമിതി അംഗം സിദ്ദീഖ് പെരുമ്പാവൂർ, SDTU ജില്ലാ ജനറൽ സെക്രട്ടറി KM ഷാജഹാൻ, തൃക്കാക്കര ഏരിയ പ്രസിഡന്റ് അലി എന്നിവർ സംസാരിച്ചു. രാവിലെ 10:30 കാക്കനാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ അഡ്വക്കേറ്റ് CA ഹാഷിം, ഹാസിം കുഞ്ഞുണിക്കര, നവാസ് പാനായക്കുളം, യാക്കൂബ് സുൽത്താൻ എന്നിവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.